കേരളത്തിൽ ബസുക്കി അടക്കം 3 സിനിമകൾ പ്രദർശനത്തിനെത്തിയ ദിവസമായിരുന്നു ഇന്നലെ. അജിത് കുമാർ നായകനായി വന്ന ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയും പ്രദർശനത്തിനെത്തി. കേരളത്തിൽ 75 ലക്ഷത്തോളം അജിത് ചിത്രം നേടിയെന്നാണ് കണക്കുകൾ. ആദിക് രവിചന്ദ്രനാണ് സംവിധാനം നിർവഹിച്ചത്. അജിത് കുമാറിന്റെ ആക്ഷൻ കോമഡി ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. അജിത് കുമാർ നായകനായി വരുമ്പോൾ ചിത്രത്തിലെ നായികയാവുന്നത് തൃഷയാണ്. പ്രഭു, അർജുൻ ദാസ്, പ്രസന്ന, സുനിൽ, ഉഷ ഉദുപ്പ്, രാഹുൽ ദേവ്, റെഡിൻ പ്രിൻസ്, പ്രദീപ് കബ്ര, ഹാരി ജോഷ്, ബി.എസ്. അവിനാഷ്, പ്രിയ പ്രകാശ് വാര്യർ, ടിനു ആനന്ദ്, ഷൈൻ ടോം ചാക്കോ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായിട്ടുണ്ട്. അഭിനന്ദൻ രാമരാജനാണ് ഛായാഗ്രഹണം. ജി.വി. പ്രകാശ് കുമാർ സംഗീത സംവിധാനം നിർവഹിക്കുന്നു. അജിത് കുമാർ നായകനായി മുമ്പ് വന്നത് വിടാമുയർച്ചയാണ്. അജിത്തിന്റെ വിടാമുയർച്ച ആഗോളതലത്തിൽ 130 കോടി മാത്രമാണ് നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് അജിത് കുമാറിന്റെ വിടാമുയർച്ച OTTയിൽ എത്തിയത്. OTTയിൽ മാർച്ച് 3-നാണ് എത്തിയത്. വിടാമുയർച്ചയുടെ ബജറ്റ് ഏകദേശം 300 കോടിക്ക് മുകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ. അജിത്തിന്റെ വിടാമുയർച്ച പ്രഖ്യാപിച്ചിട്ട് 2 വർഷത്തോളം ആയിരുന്നു. ഒടുവിൽ അജിത്തിന്റെ വിടാമുയർച്ച എന്ന സിനിമ പ്രദർശനത്തിനെത്തിയെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടാനാകില്ലെന്ന് കളക്ഷൻ കുറവാകുകയും റിപ്പോർട്ടുകൾ. അജിത്ത് നായകനായതിൽ വിടാമുയർച്ചയ്ക്ക് മുമ്പ് വന്നത് തുനിവായിരുന്നു. മികച്ച വിജയമായി മാറിയിരുന്നു അജിത്ത് ചിത്രം തുനിവ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംവിധാനം വിനോദായിരുന്നു നിർവഹിച്ചത്. അജിത്തിന് 2 വർഷം കഴിഞ്ഞാണ് സിനിമ എത്തുന്നതും വിടാമുയർച്ചയുടെ പ്രത്യേകതയായിരുന്നു.